ഷിംജിത 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് അവളിന്ന് ജയിലിലാണ് കഴിയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന നിയമത്തിന്റെ ആനുകൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ച്, ഒരാണിനെതിരെ ഒരു പെണ്ണ് ആരോപണം ഉന്നയിച്ചാൽ ആരുടെ വാക്കാണ് നിയമം അംഗീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു പെണ്ണിനെ സംബന്ധിച്ച്, ആരെയാണ് നിയമം സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഒരു പെണ്ണിനെ സംബന്ധിച്ച്, ഇന്ന് ഒരാണിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഒരു പെണ്ണിനെ മറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അവനോട് വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലും അതല്ല, ഈ പറഞ്ഞതുപോലെ വെറുതെ ഒന്ന് ഫേമസ് ആകാനാണെങ്കിൽ തന്നെയും ഇന്ന് ആ നിയമം അവളെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട്. ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഞാനും നീയും അവളും അടങ്ങുന്ന ഒരാൾ പോലും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയവരുടെ പട്ടികയിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കാത്തവരായി ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആധുനിക ലോകത്തിലേക്ക് അവരിന്നും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നിയമം അവൾക്കത് അനുവദിച്ചു കൊടുക്കുന്നിടത്തോളം അവൾ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്ക് വ്യക്തിപരമായി അറിയാത്ത 2 ആൾക്കാരാണ് ഷിംജിതയും ദീപക്കും. ദീപക് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ചർച്ച ചെയ്യപ്പെട്ടതും അതിൽ നിയമം ഇടപെട്ടതും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയതും. ഷിംജിത അത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ആ നിമിഷം വരെയെങ്കിലും അങ്ങനെ ഒരു വീഡിയോ എനിക്കും ചെയ്തുകൂടെ എന്ന് ചിന്തിച്ച 1000 പെണ്ണുങ്ങളെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നിരിക്കും. ഇപ്പോഴും ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ ഭരണഘടനയിലെ സ്ത്രീ നിയമത്തിൽ ഒരു ഭേദഗതിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപക്ഷെ നാളെയും ഇതുപോലെയുള്ള വാർത്ത സംഭവിക്കാതിരിക്കില്ല. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കണമെന്നും അത് തിരുത്തണമെന്നും ദയവായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എന്നെ പോലെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ഒരുപാട് സാധാരണക്കാർ ഉൾപ്പെടുന്ന ഒരു ലോകം കൂടിയല്ലേ നമ്മുടെ ഈ കേരളം. അതുകൊണ്ട് എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് അവരുടെ ഉള്ളിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ നിയമത്തെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഷിംജിതമാർ ഉണ്ടാവാതിരിക്കാനും അനാവശ്യമായ ഒരാരോപണത്തിന്റെ പുറത്ത് സ്വയം ജീവിതം ഇല്ലാണ്ടാക്കേണ്ടി വരുന്ന ദീപക്കുമാർ ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ.